വെക്കേഷനായിട്ട് വീടും പൂട്ടി പോയതായിരുന്നില്ലേ. അപ്പോൾ പിന്നെ വീട്ടിലൊരുവിധ സാധനങ്ങളൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു. നാളെ മറ്റന്നാൾ സ്കൂൾ തുറക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വീട്ടിലേക്കുള്ള എല്ലാ കാര്യങ്ങളും വാങ്ങാൻ വേണ്ടിയിട്ടാണ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. ഉച്ചയാകുമ്പോഴാണ് നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോഴേക്കും നേരം വൈകി. പിന്നെ ആ ഒരു വെയിൽ കൊള്ളാൻ വയ്യാത്തതുകൊണ്ട് വൈകുന്നേരം പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇരുന്നായപ്പോഴേക്കും നല്ലോണം നേരം വൈകിയിട്ടുണ്ടായിരുന്നു. പിന്നെ പാടത്ത് കൂടെ ആടിപ്പാടി നടന്ന് നമ്മളിതാ കുളമംഗലത്ത് എത്തിയപ്പോഴേക്കും ബസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ബസ്സിൽ കയറി നേരെ വളാഞ്ചേരിക്ക് പിടിക്കാമെന്ന് വിചാരിച്ചു. അവിടെ എത്തിയിട്ട് നമുക്ക് വേഗം നമ്മുടെ സാധനങ്ങളൊക്കെ വാങ്ങി പെറുക്കി എടുത്തിട്ട് വേഗം വീട്ടിലേക്ക് പോരണം കേട്ടോ. എന്താ വെച്ചാൽ കണ്ണൻകുട്ടി അവിടെ ഒറ്റയ്ക്കാണ്. ആദ്യം തന്നെ മാസത്തിലാണ് പോയിട്ടുണ്ടായിരുന്നത്. പേടും കാര്യങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് ഞാനും പൂജട്ടിയും ഒരേ സമയത്തായതുകൊണ്ട് തന്നെ നമുക്കിതിന് നല്ല ചിലവാണ്. അപ്പോൾ അത് മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എന്താ സൺസ്ക്രീൻ ഉണ്ടായിരുന്നില്ലേ, അതൊക്കെ മേടിച്ച് അവിടെ നിന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട് നിൽക്കുമ്പോഴാണ് നമ്മൾ ലോട്ടറി എടുത്തിട്ടുണ്ടായിരുന്നത്. അടിച്ചിട്ടുണ്ടായിരുന്നു. വലിയ പൈസ ഒന്നല്ല, എന്നാലും അത് മാറ്റാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പിന്നെ കയറിയത്. അവിടെ നിന്ന് അതൊക്കെ വാങ്ങിയിട്ട് പിന്നെ നമ്മൾ വേറൊരു ടിക്കറ്റും കൂടെ അവിടെ നിർത്തിയിട്ടുണ്ടായിരുന്നു. കിട്ടുകയാണെങ്കിൽ കിട്ടട്ടെ, പോവാണെങ്കിൽ പോട്ടെ എന്ന് വിചാരിച്ചിട്ട് അത് മേടിച്ചിട്ട് നേരെ പച്ചക്കറി കടയിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. ഇവിടുന്ന് പിന്നെ ഒരുവിധം പച്ചക്കറികളും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട്. ഒട്ടുമിക്കൊന്നും തീർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ എന്തായാലും ക്ലാസ്സും കാര്യങ്ങളൊക്കെ തുടങ്ങുമ്പോൾ നമുക്ക് ആവശ്യങ്ങളാണ്. ഇനിയിപ്പോൾ വീട്ടിൽ തന്നെയാണല്ലോ, ഇനി പിന്നെ വേറെ എവിടേക്കും പോകുന്നില്ല. ഇനിയിപ്പോൾ അടുത്ത വെക്കേഷനും കാര്യങ്ങളാവണ വരെ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് വേഗം ചായ കുടിക്കാൻ വേണ്ടിയിട്ട് അംബികയിൽ കയറിയിട്ടുണ്ടായിരുന്നു. ചായയും പഴംപൊരിയാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. അത് കഴിച്ചപ്പോഴേക്കും ഒരു ആശ്വാസമായിട്ടോ. എന്താ വെച്ചാൽ ഞങ്ങൾ ഉച്ചയ്ക്ക് ചോറുണ്ടതായിരുന്നു. അതിൻ്റെ ഇടയിൽ ചായ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ ചായ കുടിച്ച് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് പലചരക്ക് കടയിൽ കയറി അവിടെ നിന്ന് അൽക്കുലത്തെ സാധനങ്ങളൊക്കെ മേടിച്ചു. നമ്മൾ വീട്ടിൽ നിന്നപ്പോൾ കാര്യമായിട്ട് എനിക്കും പൂജയ്ക്കും വയ്യാത്തതുകൊണ്ടാണ് നമ്മൾ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉച്ചയ്ക്ക് പറഞ്ഞ പോലെ ചോറും ചമ്മന്തിയും കാര്യങ്ങളൊക്കെ ആക്കിയിട്ട് അങ്ങനെ അങ്ങോട്ട് പോകാനുണ്ടായിരുന്നത്. അപ്പോൾ വൈകുന്നേരം ഈ കാര്യങ്ങളൊക്കെ ഒന്ന് മേടിച്ചിട്ട് വേണം നമുക്ക് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്ക് സമയം ഒത്തിരി വൈകിട്ടുണ്ടായിരുന്നു. അപ്പോൾ പലചരക്കും കാര്യങ്ങളും വാങ്ങിയപ്പോൾ പുറത്തുനിന്ന് ഇനി ഫുഡ് വാങ്ങാമെന്ന് വിചാരിച്ചു. ക്രൗണിൽ പോയിട്ട് നമ്മൾ ബട്ടർ നാനും അൽഫാമും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോരാമെന്ന് വിചാരിച്ചു. അങ്ങനെ വീട്ടിലെത്തിയിട്ട് വേഗം മേലെ എഴുകിയിട്ട് ഞാനും കണ്ണൻകുട്ടിയും പൂജട്ടിയും കൂടെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. എല്ലാവർക്കും ടാറ്റാ ബൈ, സീ യു.